ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഷിക്കാഗോ പ്രെയർ ലൈനിൽ വീണ്ടും ഒരിക്കൽ കൂടി എനിക്കൊരു അവസരം തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്ററിനും കുടുംബത്തിനും അതുപോലെ കേട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഒരു പാട്ടിന്റെ ലൈൻ പാടിക്കൊണ്ട് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യവും കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചനയും നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. योग्यता से बढ़ के दिया हे अपनी दया से तूने मुझे, योग्यता से बढ़ के दिया हे अपनी दया से तूने मुझे, मांगने से ज्यादा मिला मुझे, आभारी हूँ प्रभु में, मांगने से ज्यादा मिला मुझे, आभारी हूँ प्रभु में, धन्यवाद के साथ स्तुति गाऊंगा हे यीशु मेरे खुदा, उपकार तेरे बेशुमार, कोटि कोटि स्तुति धन्यवाद, धन्यवाद के साथ स्तुति गाऊंगा हे यीशु मेरे खुदा, उपकार तेरे बेशुमार, कोटि कोटि स्तुति धन्यवाद, तू है सच्चा जिंदा खुदा, तुझ पर भरोसा मेरा, तू है सच्चा जिंदा खुदा, तुझ पर भरोसा मेरा, सेवा पूरी करके पावो इना प्रभु ऐसा दो वरदान, सेवा पूरी करके पावो इना प्रभु ऐसा दो वरदान, धन्यवाद के साथ स्तुति गाऊंगा हे यीशु मेरे खुदा, उपकार तेरे बेशुमार, कोटि कोटि स्तुति धन्यवाद, धन्यवाद के साथ स्तुति गाऊंगा हे यीशु मेरे खुदा, उपकार तेरे बेशुमार, कोटि कोटि स्तुति धन्यवाद. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളുമായിട്ട് ഇപ്രകാരം ഒരു കൂട്ടായ്മ കൂടി കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങള് ആ പാട്ടിന്റെ അർത്ഥത്തിനകത്തുണ്ട്. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് കർത്താവിനെ ഈ അമേരിക്കയുടെ പ്രദേശത്ത് കൊണ്ടുവന്നതിനെ കുറിച്ച് വർണ്ണിച്ചുള്ളതായ ഒരു പ്രാർത്ഥനയോട് ചേർന്ന ദൈവത്തിന് നന്ദി കരേറ്റുന്നതായ ഒരു പാട്ടുകൂടിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ആ പാട്ടിന്റെ ലൈനുകൾ എത്ര പാടിയാണ് ഉള്ളില് കർത്താവ് ഇവിടം വരെ എത്തിക്കുവാൻ ഞാൻ ഒരർഹതയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് എന്നെ കൊണ്ടുവന്നു. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല പ്രീതമേ. ഹല്ലേലൂയ.
അപ്രകാരം ദൈവചിന്തയ്ക്കായിട്ട് ഞാൻ ദൈവസന്നിധിയിലെ എന്റെ ഹൃദയത്തിൽ എന്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന വചനം 118 സങ്കീർത്തനം 17 വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ആ വചനത്തിലെ ആ ആഴമേറിയ അർത്ഥം എന്റെ അനുഭവത്തോടു കൂടി തന്നെ ഉള്ള ഒരു വചനമാണ്. 2017 മരണവുമായി മല്ല് പിടിച്ച സമയത്ത് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമെന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ കർത്താവ് ഞങ്ങൾക്ക് തന്നതായ ഒരു വചനമാണ്. ഛത്തീസ്ഗഡിന്റെ പ്രദേശത്ത് വളരെ വേണ്ട വിധത്തിൽ ഒരു ഹോസ്പിറ്റലുകളോ ട്രീറ്റ്മെന്റുകളോ ഒന്നും വേണ്ട വിധത്തിൽ ഇല്ലാത്തത് കൊണ്ട് ആ ഹോസ്പിറ്റൽ ഞാൻ ചെന്ന് ഞങ്ങൾ അഡ്മിറ്റ് ആയെങ്കിലും ഞങ്ങളെ ജീവനോടെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഞങ്ങൾ വിശാഖപട്ടണത്തേക്ക് പോകാനിടയായി. ആ വിശാഖപട്ടണത്തേക്ക് ചെന്നെങ്കിലും അവിടെ അപ്പോളോ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവിടെയും ഞങ്ങളെ കൈവിടാൻ ഇടയായി തീർന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവസാനം കേരളത്തിൽ PVS വന്ന് അഡ്മിറ്റ് ആകുവാൻ ഇടയാക്കി. അപ്പോഴൊക്കെയും ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ദൈവം എന്നോട് സംസാരിക്കും, ഇല്ല ഞാൻ ജീവനോടെ ദൈവസന്നിധിയിൽ മടങ്ങിയെത്തുമെന്ന്. എന്നാൽ മറുഭാഗത്ത് പിശാച് എന്നോട് മല്ലുപിടിക്കുന്നത്, നീ മരിച്ചു പോകും, നിന്നെ ഇനി ഡെഡ് ബോഡി ആയിട്ടേ ഛത്തീസ്ഗഡിലേക്ക് തിരിച്ചു കൊണ്ടുപോകത്തുള്ളൂ എന്നുള്ളതായ ആ മൽപ്പിടുത്തം, ദൈവവും പിശാചും ഞാനും തമ്മിലുള്ള മൽപ്പിടുത്തം ഞങ്ങൾ ഇങ്ങനെ അന്തരാത്മാവിൽ അതുമായിട്ട് ഇങ്ങനെ വളരെയധികം മൽപ്പിടുത്തം നടത്താനിടയായി തീർന്നു. പ്രിയ മക്കളെ, PVS ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ എല്ലാ ഡോക്ടേഴ്സും ഓപ്പറേഷൻ ചെയ്യണം, മരിക്കത്തക്കതായ അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുന്നു, ഇനി ഓപ്പറേഷൻ ചെയ്യാതെ എനിക്ക് ശരീരത്തിന് ഒരു പൂർണ്ണ സൗഖ്യം ഉണ്ടാകത്തില്ല എന്ന് 10-12 ഡോക്ടേഴ്സ് ഒരേ ശബ്ദത്തിൽ സംസാരിച്ചപ്പോൾ ഒറ്റ ഒരു ഡോക്ടറാണ് പറഞ്ഞത്, ഇല്ല നോക്കാം, ഒരു പ്രാവശ്യം കൂടി ഒന്ന് നമുക്ക് നോക്കാം, ഈ കുട്ടിക്ക് പിന്നെ ആഹാര പഥ്യത്തിൽ കൂടി ഈ കുട്ടിയെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. കാരണം എനിക്ക് മുമ്പേ ഓപ്പറേഷൻ ചെയ്തത് പലരും ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി. അപ്പൊ എന്റെയും ജീവിതത്തിൽ അതേ അവസ്ഥ തന്നെ കടന്നു വരുമെന്ന് ഓർത്ത് വളരെയധികം ഭാരപ്പെടുവാനിടയായി. അങ്ങനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയ കർത്തദാസൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം സന്നിപാസ്റ്റർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞങ്ങള് ആരാധന മുടക്കിയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് ഓർക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ അഡ്മിറ്റ് ആകേണ്ട അവസ്ഥ വന്നത്. എന്റെ ശരീരത്തിൽ ഒരു ആഹാരവും ചെല്ലാൻ പറ്റുന്നില്ല. ഫൈബർ ആയിട്ടുള്ള ഏത് ഫുഡ് ചെന്നാലും വയറിളകുക അല്ലെങ്കിൽ ഛർദിക്കുക, ഇത് തന്നെ കൂടെ 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 ഒരു തരത്തിലും ഒരു ആഹാരം എന്റെ വയറ്റിനകത്തേക്ക് ചെല്ലാൻ, ഒരു വെള്ളം പോലും ആ സമയത്ത് ചെല്ലാൻ പറ്റുന്നില്ല. ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് വരികയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. ചെറുപ്രായം മുതൽ തന്നെ ഞാൻ അനുഭവിച്ചു വരുന്നതായ രോഗബന്ധനമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതിരിക്കുമ്പോൾ വളരെ ഭാരപ്പെട്ട സമയത്ത് പ്രിയ കർത്തദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൽ കർത്താവിന്റെ ആത്മാവ് സംസാരിച്ചു. 118 സങ്കീർത്തനം 17 വാക്യം വായിക്കുവാനായിട്ട്. ഹല്ലേലൂയ. അങ്ങനെ ആ വചനം വായിച്ചപ്പോഴാണ് അതിൽ നിന്നുകൊണ്ട് ദൈവം തമ്പുരാൻ ഞങ്ങളെ ജീവിപ്പിക്കുവാനിടയായി. ഞാൻ മരിക്കയില്ല, ജീവിച്ചിരിക്കും, യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുവാനിടയായി തീരുമെന്നുള്ളത്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ നമുക്ക് അവിടെ അറിയാൻ കഴിയുന്നുണ്ട്, വളരെയധികം വിടുതലിന് വേണ്ടി, വിജയത്തിന്റെയും വിടുതലിന്റെയും ഒരു സങ്കീർത്തനമാണ് ആ സങ്കീർത്തനം. എന്നാൽ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി, ശത്രുക്കൾ വളഞ്ഞു, മരണഭീഷണി നേരിട്ടു. എന്നാൽ അവസാനം അദ്ദേഹം ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന വചനമാണ്, ഹല്ലേലൂയ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ നാമത്തെ വർണ്ണിക്കുമെന്ന്. ഹല്ലേലൂയ. ഒരു വാഗ്ദത്ത വചനം പോലെ, ഒരു ഉറപ്പേറിയ വചനം പോലെ ദൈവം ഞങ്ങളുടെ ഉള്ളത്തിൽ തന്നതായ ആ വചനത്തെ ഞങ്ങൾ ഏറ്റെടുക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഞാനത് ഉരുവിടാൻ തുടങ്ങി. ഞങ്ങൾ കൂടെ കൂടെ അത് സംസാരിക്കുവാൻ തുടങ്ങി. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന്
യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇത് കൂടെ കൂടെ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ചില ജീവന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വരുവാനിടയായി തീർന്നു. മരണഭീതിയിൽ കുരുങ്ങിയിരിക്കുന്നതായ അവസ്ഥ, ആ നടുവിൽ ജീവന്റെ പ്രഖ്യാപനമാണ്. ഈ വിശ്വാസിയുടെ ഒരു ആത്മവിശ്വാസവും കൂടിയാണ് നമ്മുടെ ഹൃദയത്തിൽ തരുന്ന വചനങ്ങളെ നമ്മൾ ഉരുവിട്ട് പ്രാർത്ഥിക്കും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മുടെ പ്രഖ്യാപനത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, നിരാശകൾ ഉണ്ടായേക്കാം, ആത്മീയ പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവന് പറയാൻ കഴിയും, എന്റെ ജീവിതത്തിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമാകാതെ നമ്മൾ ആരും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടത്തില്ല പ്രിയ മക്കളെ. അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി. അപ്പൊ ഈ പിശാചിനോട് ഞാൻ ഇങ്ങനെ എതിർത്ത് പറഞ്ഞു, ഇല്ല പിശാച്, ഞാൻ എന്റെ ഭവനത്തിൽ തിരിച്ചെത്തും. ഛത്തീസ്ഗഡില് ഞങ്ങൾക്ക് ഓർഫനേജ് ഉണ്ട്. ആ കുഞ്ഞുങ്ങളെ നോക്കണം, അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തണം. ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അടുക്കലുണ്ട്, വളരെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ്. അവരെ ഒരു കര പറ്റിക്കുന്നത് വരെയെങ്കിലും ഞാൻ ജീവിച്ചിരുന്നേ പറ്റൂന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഈ വചനത്തിൽ കൂടി കർത്താവ് എന്നെ ബലപ്പെടുത്തുവാനിടയായി. നമുക്ക് ആ വചനത്തെ മൂന്നായി വായിക്കുമ്പോൾ, ഒന്ന്, ഞാൻ മരിക്കയില്ല. ഹല്ലേലൂയ. രണ്ടാമത്, ഞാന് ജീവിച്ചിരിക്കും. ഹല്ലേലൂയ. അതുപോലെ മൂന്നാമത് ആ വാക്യത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ഒരു വചനത്തെ തന്നെ നമുക്ക് മൂന്നായി ഭാഗിച്ച് അതിനെ ഒന്ന് ചിന്തിക്കാം. ഇത് ശാരീരിക മരണത്തെ മാത്രം സൂചിപ്പിക്കുന്നതല്ല. ദൈവം തന്റെ ദൗത്യം പൂർത്തിയാവുന്നത് വരെ തന്റെ മക്കളെ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിന്റെ വാക്കാണ്. ഹല്ലേലൂയ. ഞാൻ മരിക്കയില്ല എന്നുള്ളത്. ഹല്ലേലൂയ. ഉദാഹരണമായി നമുക്കറിയാം, ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നമുക്കറിയാം, താൻ ഒരു പ്രവാചകനായ യെശയ്യാവ് തന്റെ അടുക്കൽ ആ രാജാവിനോട് വന്നിട്ട് പറയാണ്, മരിക്കത്തക്കതായ രോഗം നിനക്ക് പിടിപെട്ടിരിക്കുന്നു, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. ഹല്ലേലൂയ. എന്നാൽ താൻ അത് വിട്ടുകൊടുത്തോ പ്രിയ മക്കളെ? ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം അവന്റെ ആയുസ്സിനെ 15 വർഷം കൂട്ടിക്കൊടുത്തതായിട്ട് നമുക്ക് അതിനകത്ത് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ വളരെയധികം എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്, പലപ്പോഴും ബലപ്പെടുത്തിയിട്ടുള്ളതായ ഭാഗങ്ങളാണ്. അന്തിമമായ വാക്ക് രോഗത്തിനോ മനുഷ്യർക്കോ അല്ല, നമ്മുടെ വാക്ക് ദൈവത്തിന്. ഹല്ലേലൂയ. നമ്മുടെ രോഗത്തിനോ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ നമ്മുടെ അടുക്കലേക്ക് വരുന്ന മനുഷ്യരുടെ വാക്കുകൾക്കോ അല്ല ഒരു അന്തിമമായ തീരുമാനം എടുക്കാൻ കഴിയുന്നത്. ദൈവത്തിന് മാത്രമേ നമ്മുടെ മേൽ അധികാരമുള്ളൂ. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ആ അന്തിമ തീരുമാനമാണ് മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരിക്കുമെന്നുള്ളത്. ഹല്ലേലൂയ. അതുപോലെ ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പൗലോസിന്റെ ജീവിതം. പല പ്രാവശ്യം മരണഭീഷണി തന്നെ നേരിട്ടു. അതുപോലെ കല്ലെറിയാനിടയായി, തടവിലാക്കപ്പെട്ടു, കപ്പൽ തകർന്നു. എന്നിട്ടും ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുന്നത് വരെ അവനെ കർത്താവ് കാത്തു സൂക്ഷിക്കുവാനിടയായി. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ സാക്ഷിയായി താൻ ഭൂമിയിൽ ജീവിച്ചിരിക്കണം. അത് അനേകരെ ബലപ്പെടുത്തുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത് നാം ചിന്തിക്കുന്നത് ജീവിച്ചിരിക്കുമെന്നുള്ളത്. മരിക്കയില്ല, ജീവിച്ചിരിക്കും. രണ്ടാമത് ജീവിച്ചിരിക്കുക എന്നത് ശ്വാസം എടുക്കുക മാത്രമല്ല, ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുക ജീവിതമാണ് യഥാർത്ഥമായ ഒരു ജീവിതം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറാനായി നമ്മെ കണ്ടിരിക്കുന്നു. ആ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളിൽ നിറവേറുന്നത് വരെ യഥാർത്ഥമായ ഒരു ജീവിതം, ക്രിസ്ത്യ ജീവിതം നമ്മളെ നയിക്കാൻ ദൈവം സഹായിക്കുന്നെങ്കിൽ ആ ദൈവിക ഉദ്ദേശം നിറവേറാൻ വേണ്ടി മാത്രം. യോസേഫിന്റെ ജീവിതത്തെ നമുക്ക് എടുത്തു നോക്കാം. അവിടെ അദ്ദേഹം കിണറ്റിൽ വീണു, അടിമയാക്കപ്പെട്ടു, ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്നിട്ട് ദൈവത്തിന്റെ പദ്ധതിയോ പരാജയപ്പെട്ടില്ല. ഹല്ലേലൂയ. ഒടുവിൽ അനേകരെ രക്ഷിക്കുന്ന സ്ഥാനത്തേക്ക് ദൈവം അവനെ ഉയർത്തുവാനിടയായി. ഹല്ലേലൂയ.
യോസേഫിനെ അങ്ങനെ കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കുവാനിടയായി തീർന്നു. ലാസറിന്റെ ജീവിതം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലാസർ മരിച്ചെങ്കിലും യേശു അവനെ ഉയർപ്പിച്ചു. അതിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം ജീവൻ നൽകുന്നത് അവന്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നമുക്കൊരു ജീവിതം തന്നിട്ടുണ്ടോ? ദൈവം നമ്മളെ വേർതിരിച്ചിട്ടുണ്ടോ? ദൈവം നമുക്ക് രക്ഷ തന്നിട്ടുണ്ടോ? നമുക്ക് ദൈവം സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? നമ്മളെ കർത്താവിന്റെ പാതയിൽ യഥാർത്ഥമായ വഴിയിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടോ? പ്രിയദൈവമക്കളെ, നാം ഒരു ആപത്തിൽ പെടുമ്പോഴും നമ്മൾ മരിക്കാം, പക്ഷെ എന്നാൽ അവിടെ നിന്നൊക്കെ കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ. ഹല്ലേലൂയ. മൂന്നാമതായി നമുക്കറിയാം, യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ദൈവം നമ്മെ രക്ഷിക്കുന്നത് നാം അവന്റെ സാക്ഷികളാകുവാൻ. ഹല്ലേലൂയ. പലർക്കും എന്തുമാത്രം സാക്ഷ്യമാണ്, ഇനിയും സാക്ഷ്യം പറയിപ്പിക്കണം, ഇനി പറയണമോ, ഇനിയും കേൾക്കണമോ എന്നുള്ളതായ ഒരു വലിയ ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന അനുഭവങ്ങളാണ്. എന്നാൽ പ്രിയദൈവമക്കളെ, നമ്മുടെ സാക്ഷ്യം മറ്റൊരു സാക്ഷിയെ ബലപ്പെടുത്തുന്നതായി മാറും. ആ വ്യക്തി ചിലപ്പോൾ തളർന്നിരിക്കുന്ന അനുഭവമായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗത്താൽ കഷ്ടപ്പെടുന്നവർക്ക് ഈ വചനം നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. ആത്മീയമായും ശാരീരികമായും നമുക്ക് ജീവൻ നൽകുന്ന ഒരു വചനമാണ് പ്രിയദൈവമക്കളെ. ഹല്ലേലൂയ. അന്ധനായ മനുഷ്യൻ, നമുക്കറിയാം, അവൻ ദൈവത്തെ താന് സാക്ഷീകരിക്കുന്നത് അവൻ വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ വലിയ ദൈവശാസ്ത്രജ്ഞനല്ലായിരുന്നെങ്കിലും താന് പറയുന്നത് അവൻ അന്ധനായിരുന്നു, ഇപ്പോൾ കാണുന്നു എന്ന്. ഹല്ലേലൂയ. ഇപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച ഉണ്ടെന്നുള്ളത് താൻ അവിടെ സാക്ഷ്യം പറയുകയാണ്. ഗദരദേശത്ത് ഭൂതബാധിതനായ മനുഷ്യനെ കർത്താവ് സൗഖ്യം കൊടുത്തു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു അവനെ സൗഖ്യമാക്കിയപ്പോൾ യേശുവിനോടൊപ്പം പോകാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ യേശു പറഞ്ഞു, നിന്റെ വീട്ടിലേക്ക് പോയി കർത്താവ് നിനക്ക് ചെയ്തത് അറിയിക്കുക. ഹല്ലേലൂയ. നാം നമ്മുടെ ഭവനത്തിലും നമ്മുടെ ദേശത്തും നമ്മുടെ സഭയിലും സാക്ഷ്യം പറയുന്നവരായിരിക്കണം. അതിനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിപ്പാൻ തക്കവണ്ണം, നമ്മുടെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അനേകരുടെ മുമ്പാകെ നമ്മുടെ ദൈവത്തെ ഉയർത്തിക്കൊണ്ട് പറയാൻ തക്കവണ്ണം നമ്മളുടെ ഭാഗത്ത് പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് അത് പറയാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തരട്ടെ. രോഗം നമ്മളെ അവസാനിപ്പിക്കുകയല്ല, ശത്രുവിന്റെ പദ്ധതികൾ വിജയിക്കുകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. രോഗം നമ്മളെ ഇല്ലാതാക്കത്തില്ല, പക്ഷെ നമ്മൾ ഭയപ്പെട്ടാൽ നമുക്കത് ഭവിക്കും. ഹല്ലേലൂയ. നമ്മളെ ഉള്ളില് ഭയമുണ്ടോ, എനിക്കത് സംഭവിക്കുമോ, ഞാൻ അങ്ങനെയായി തീരും, അങ്ങനെ അതിനെ നമ്മൾ താലോലിച്ചാൽ അത്തരത്തിൽ തന്നെ നമുക്ക് സംഭവിക്കും, അല്ലെ? എന്നാൽ ദൈവം നൽകിയ വിളി പൂർത്തിയാവും വരെയും എന്റെ ജീവിതം ദൈവത്തിന്റെ മഹത്വത്തിനായിരിക്കും എന്നുള്ളത് പൂർണ്ണ ഒരു ഉറപ്പും ധൈര്യവും നമ്മളിൽ ഉണ്ടായിരിക്കണം. ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തികളെ ലോകത്തോട് അറിയിക്കുമെന്ന് പറയുവാനിടയായിത്തീരുന്നു. ഈ വചനഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഇനിയും ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആഗ്രഹിച്ചതും എന്തുകൊണ്ടാണെന്നറിയാം പ്രിയദൈവമക്കളെ? ഇത്രയും വർഷം കർത്താവിന്റെ വേല ചെയ്തു, എന്നാൽ ഞാൻ എന്റെ ദൈവത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തോ കർത്താവ് എന്ന് ഞാൻ എന്നെ തന്നെ ചിന്തിക്കുവാനിടയായി. ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എനിക്കൊന്ന് വീടുകൾ തോറും കയറാനും അല്ലെ സ്റ്റേറ്റുകൾ കയറി ഇറങ്ങി കർത്താവിന്റെ ആ ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കാൻ എനിക്കൊരു അവസരം തരണമേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ കരയുവാനിടയായി. ദൈവത്തിന് വേണ്ടതുപോലെ ഞാൻ വല്ലതും ചെയ്തോ കർത്താവെ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ പ്രിയദൈവമക്കളെ, നിങ്ങൾക്കറിയണമോ, എന്റെ ജീവിതത്തിൽ ഞങ്ങള് 1987 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ കാസർഗോഡ് പ്രദേശത്ത് ആദ്യമായിട്ട് കർത്താവിന്റെ വേലയിൽ അവിടേക്ക് കടന്നു ചെന്ന് അവിടെ 2 വർഷത്തെ വേല കഴിഞ്ഞപ്പോൾ 89 മെയ് മാസം 6-ാം തീയതി അർദ്ധരാത്രി ിലുണ്ടായിരുന്ന വലിയൊരു കോളിളക്കം, വലിയ കൊടുങ്കാറ്റും മഴയിലും
ചർച്ച് ഇടിഞ്ഞു വീഴുവാനിടയായി. ആ കൊടുങ്കാറ്റിൽ അതിന്റെ മേൽക്കൂര മുഴുവനും എടുത്തു കൊണ്ടുപോയി. അതിന്റെ മേളിലിരുന്ന കല്ലുകളും കട്ടകളും എല്ലാം ഞങ്ങളുടെ മേൽ വീഴാനിടയായി. ഞങ്ങൾ എന്നേക്കുമായി ഇല്ലാതായി പോകേണ്ടതാണ്. അന്ന് മരണവുമായി മല്ല് പിടിച്ചതാണ്. അന്ന് ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അങ്ങയുടെ വേല ഇത്രേ ഉള്ളെങ്കിൽ ഓക്കെ, ശരി കർത്താവ്, ഞങ്ങളെ എടുത്തോ, പക്ഷെ ഞങ്ങളെ ജീവനോടെ ശേഷിപ്പിക്കുന്നെങ്കിൽ നീ ഞങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ ഒന്നുമില്ലാതെ ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി. പ്രിയദൈവമക്കളെ, എന്റെ പല്ലൊക്കെ ആ ആക്സിഡന്റിൽ പോയതാണ്. ചർച്ച് മുഴുവനും ഞങ്ങളുടെ മേൽ വീണു. എന്റെ ഫ്രണ്ട് പല്ലൊക്കെ നഷ്ടപ്പെട്ടു. എന്റെ തലയിൽ വലിയൊരു മുറിവുണ്ട്. പുറം എന്തുവാ ഇങ്ങനെ ചാട്ടവാറോട് അടിച്ച് കീറുന്നത് പോലെ ഈ കട്ടകൾ വീണ് വളരെ നീണ്ട നീണ്ട പാടുകളായിട്ട് കീറി വരഞ്ഞ അനുഭവമുണ്ട്. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ചെറിയൊരു ഒരു കയറുകൊണ്ട് നെയ്ത ഒരു കട്ടിലുണ്ടായിരുന്നു. അതിന്റെ അടിയിൽ ഞങ്ങള് രക്ഷ പ്രാപിക്കാനായി കയറിയെങ്കിലും അതിന്റെ മീതെ വന്ന് വീണ കട്ടകളും കല്ലുകളും കൊണ്ട് ഭാരം ഞങ്ങളുടെ മേൽ വന്ന് ഞങ്ങൾ അമങ്ങിപ്പോയി. അവിടെ നിന്ന് ഞങ്ങള് മരിച്ചു പോകുന്ന അവസ്ഥയിലായിരുന്നു. ജീവനില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ അവിടെ കിടക്കുമ്പോൾ നാട്ടുകാര് അവിടെ ഓളിയിട്ട് ശബ്ദം ഉണ്ടാക്കി. പാസ്റ്ററിന്റെ വീട്ടിൽ ഒരു അനക്കമില്ലല്ലോ, ഒന്ന് ചെന്ന് നോക്കാം, കാരണം കറണ്ട് ഇല്ലാത്ത സ്ഥലം. അങ്ങനെ അവർ കയറി വന്നപ്പോഴാണ് കാണുന്നത് ഞങ്ങൾ കട്ടിന്റെ അടിയിൽ ജീവച്ഛവമായി കിടക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങളെ എത്തിക്കുവാനിടയായി. ആ തരത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. എന്നാൽ അതിനുശേഷം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തു. അവിടെ ഒക്കെയും വാഹനാപകടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. തിരുവനന്തപുരം ദേശത്ത് ഞങ്ങൾ 5 വർഷം വന്ന് കർത്താവിന്റെ വേല ചെയ്തു. കൊടപ്പനമൂട്ടിൽ അവിടെയും ഞങ്ങൾക്ക് ബസ്സും സ്കൂട്ടറുമായിട്ട് ഇടിച്ച് ഞങ്ങൾക്ക് അവിടെ മരണപ്പെടാമായിരുന്നു. അവിടെ നിന്ന് കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു. മക്കളെ, ദൈവം നമ്മളെ രക്ഷിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് നമ്മളെ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു രോഗമോ ഒന്നും നമ്മളെ ഇല്ലാതാക്കത്തില്ല. ദൈവീയമായ ഉദ്ദേശം നമ്മൾ ദൈവത്തിന്റെ നാമത്തെ വർണ്ണിക്കണമെന്നുള്ളതാണ്. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളതാണ്. അപ്പൊ ആ ദൈവനാമം മഹത്വപ്പെടുന്നു, ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിപ്പാൻ തക്കവണ്ണം നമ്മളെ ജീവനോടെ ശേഷിപ്പിക്കുക. ഹല്ലേലൂയ. എന്റെ മുമ്പിൽ ഒത്തിരി സമയമില്ലല്ലോ, എങ്കിലും ഞാൻ പെട്ടെന്ന് പറയാം. കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അവിടെ നിന്ന് ഞങ്ങൾ ആന്ധ്രയുടെ പ്രദേശത്ത് കരിനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് 5 വർഷം കർത്താവിന്റെ വേല ചെയ്തു. അവിടെയും ഞങ്ങൾ നക്സലൈറ്റുകളാലുള്ള ഉപദ്രവവും വലിയ വലിയ പ്രയാസങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയി. എന്നാൽ അവിടെ ഒക്കെയും കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. പോലീസിന്റെ കയ്യിൽ നിന്നും നക്സലൈറ്റുകളുടെ കയ്യിൽ നിന്നും ഞങ്ങളെ കർത്താവ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തുവാനിടയായിത്തീർന്നു. വലിയ പ്രയാസങ്ങളൊക്കെയും ഞങ്ങൾ ആ ദേശത്തും ഞങ്ങൾ വേദന അനുഭവിച്ച് 5 വർഷം പ്രവർത്തിച്ചുള്ളെങ്കിൽ 7 സ്ഥലത്ത് കർത്താവിന്റെ വേല ആരംഭിക്കുവാനും സഭകൾ ഉണ്ടാകുവാനും ഇടയാക്കി തീർക്കും. അതിനുശേഷം ഞങ്ങൾ ഓർത്ത്, കർത്താവ് ഇനി ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ നന്മകളും തീർന്നു. ഞങ്ങൾ അങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നത്. നാട്ടിൽ കേരളത്തിൽ ചെന്ന് ചാർജ് എടുത്തു. മുണ്ടക്കയത്ത് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. അവിടെ നിന്ന് ഞങ്ങള് അങ്കമാലിയിൽ വന്നു. അങ്കമാലിയിലും ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ചേർത്തലയിൽ വന്നു. ചേർത്തലയിലും ആക്സിഡന്റ്. ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് ഞങ്ങളെ വളരെയധികം പരിശോധനകളിൽ കൂടി, ഇതിനിടയ്ക്കെല്ലാം രോഗം ഒരു വശത്ത്. എനിക്ക് മാങ്ങ കഴിക്കാൻ പറ്റത്തില്ല, പേരയ്ക്ക കഴിക്കാൻ പറ്റത്തില്ല, ചക്ക കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ ഈ വയറുവേദന ആ ചെറുപ്രായത്തിൽ എന്റെ കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ളതായ പ്രയാസം എന്നെ 2017 വരെയും എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷമാണ് ഈ ഡോക്ടേഴ്സ് ഇത് കണ്ടുപിടിച്ചത്. ആഹാരത്തിൽ കൂടി ഇറച്ചിയോ മുട്ടയോ മീനോ കഴിക്കാം, പക്ഷെ മീനാണെങ്കിലും അയിലയോ മത്തിയോ ഞണ്ടോ ചെമ്മീനോ കക്കായിറച്ചി അങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ പറ്റത്തില്ല പ്രിയമക്കളെ. എന്നാൽ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാര സാധനം അത് മാത്രം കഴിച്ച് ഡാൽ ഉപയോഗിക്കാം, കടലയുടെ തൊലി കളഞ്ഞ് ഉപയോഗിക്കാം, ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാം, ക്യാരറ്റ് ഉപയോഗിക്കാം, ബീറ്റ്റൂട്ട് ഉപയോഗിക്കാം. എന്നാൽ ഇതൊക്കെ ഉപയോഗിച്ച് വളരെ ലളിതമായ രീതിയിൽ ജീവിച്ചു പോകാൻ ഒത്തിരി ആഹാരമൊന്നും വേണ്ട, അല്പം മതി. അങ്ങനെ ഞാൻ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2017 കർത്താവ് എനിക്ക് ജീവൻ തന്നതിന് ശേഷം ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും പോയി കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്താൻ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിപ്പാൻ തക്കവണ്ണം പഞ്ചാബ് തുടങ്ങി കാശ്മീർ വരെ കർത്താവ് ഞങ്ങളെ അയക്കാനിടയായി തീർന്നു.
ചെയ്തിരുന്നു. കന്യാകുമാരി, അതുപോലെ തന്നെ അനേകം സ്റ്റേറ്റുകളിൽ കടന്നു പോകാൻ പ്രിയ തമ്പി പാസ്റ്ററിന്റെ ഭാര്യ മറിയാമ്മ ആന്റിയോടൊപ്പം ഞങ്ങൾക്ക് പോകുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ ഡൽഹിയിലെ പാർലമെന്റിനകത്ത് കയറിയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു പ്രിയ മക്കളെ. അതിനുശേഷം ആദ്യത്തെ എന്റെ ദോഹയിലേക്കുള്ള യാത്ര, അവിടെയും എന്റെ പാസ്പോർട്ടിൽ പുറത്തേക്ക് പോകാനുള്ള യാതൊരു സീലും അതിനകത്തില്ല, യാതൊരു അതിനകത്ത് ഒരു ലെറ്ററിനകത്തും കൊടുത്തിട്ടില്ല ഇന്ത്യ വിട്ട് പുറത്തു പോകാമെന്നുള്ളത്. എല്ലാവരും എന്നോടൊപ്പമുള്ള എല്ലാവരെയും കയറ്റി വിട്ടു. ഞാനും വേറൊരു സഹോദരി അജിത എന്ന് പറഞ്ഞ ഒരു സഹോദരി, ഞങ്ങളെ രണ്ടുപേരെ മാത്രം മാറ്റി നിർത്തിയിരിക്കുക. ബാക്കി 8 പേരും മുന്നിട്ട് പോയി കഴിഞ്ഞു. പക്ഷെ ദൈവാത്മാവ് കാണിച്ചു ഞങ്ങളെ ഈ ദോഹയുടെ പ്രദേശത്ത് പോകുന്നതായിട്ട്. അവരെന്നോട് ചോദിച്ചപ്പോൾ ഞാനുള്ള സത്യസന്ധമായി കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന്. എനിക്കറിയില്ല അത് കള്ളം പറയണമെന്ന്. ആ സമയത്ത് ഞങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾ ഇത് പറഞ്ഞു. ഉടനെ ഞങ്ങളുടെ പാസ്പോർട്ടും ഞങ്ങളുടെ ലഗേജും അങ്ങ് മാറ്റിവെച്ചു പ്രിയ മക്കളെ. കൊച്ചി എയർപോർട്ടിൽ സംഭവിച്ച സംഭവമാണ്. ആദ്യത്തെ യാത്രയാണ് ഞങ്ങളുടെ. ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു, കണ്ണുനീരോടെ. ഛത്തീസ്ഗഡിൽ നിന്ന് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊച്ചി ചെന്നിരിക്കുകയാണ്. ഇനി എനിക്ക് അവിടെ നിന്ന് തിരിച്ചു പോരണമെങ്കിലും കർത്താവ് ഞാൻ എന്ത് ചെയ്യും? ഒറ്റപ്പെട്ട ഒരു അനുഭവം. ഞാൻ വളരെയധികം ഭാരപ്പെട്ട് ആ എയർപോർട്ടിൽ നിന്ന് കണ്ണുനീരോടെ ഞങ്ങളുടെ ഉള്ളമങ്ങ് ഉരുകിയാണ്. 4 യാമത്തിൽ കർത്താവ് എഴുന്നേറ്റ് പ്രവർത്തിക്കൂ എന്ന് പറയുന്നത് പോലെ. പ്രിയ ദൈവമക്കളെ, പെട്ടെന്ന് ഒരു ഓഫീസർ മേളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സ്റ്റെയർ കേസിൽ നിന്ന് താൻ ഇറങ്ങി വന്നിട്ട് താൻ ചോദിച്ചു, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. തന്നോട് ഇങ്ങനെ ഓഫീസേഴ്സ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്രയോ പേര് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങളിലേക്ക് പോകുന്നു, നീ അങ്ങോട്ട് സീൽ അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങളുടെ പാസ്പോർട്ടിൽ സീലടിച്ച് ഞങ്ങളെ മാരത്തല്ലി ഓട്ടം പോലെ ഞങ്ങളെ ഈ രണ്ടുപേര് കൈക്ക് പിടിച്ചു. ഞങ്ങളുടെ പെട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഓടി 5 മിനിറ്റിനകം ഞങ്ങളെ ഫ്ലൈറ്റിനകത്ത് കയറ്റി ഇരുത്തിയെന്നുള്ളതാണ്. അത്ര ഭയങ്കര സ്പീഡിൽ ഞങ്ങളെ കയറ്റിവിടാനിടയായി. നോക്കിക്കോണം, ദൈവം നമ്മളോട് ഒരു വാക്ക് പറഞ്ഞാൽ, ദൈവം നമുക്കൊരു ദർശനം തന്നാൽ, ദൈവം നമ്മളെ കടത്തിവിടും. നമ്മൾക്ക് പോകേണ്ട സ്ഥാനത്ത് നമ്മൾ ചെയ്യാമെന്ന് ഉത്സാഹമുള്ളവരായിരിക്കണം. നമ്മൾ അതിന് മനസ്സൊരുക്കമുണ്ടാകണം. നമ്മൾ അതിന് താല്പര്യത്തോടെ, ദൈവമേ ആരെ ഞാൻ അയക്കേണ്ടു എന്ന് പറയുമ്പോൾ അടിയനിതാ ഞാൻ പോകാമെന്ന് പറയുന്ന ഒരു നല്ല മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ചടേന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മളെ തട്ടി ഉണർത്തുമ്പോൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. അർദ്ധരാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ദൈവം എപ്പോഴെല്ലാം നമ്മളോട് ദൈവാത്മാവ് എന്ത് സംസാരിക്കുന്നുവോ അതിന് നമ്മൾ അനുസരണമുള്ളവരായി മാറണം പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ അത്ഭുത ശക്തി ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. ഹല്ലേലൂയ. അതിനുശേഷം ഓസ്ട്രേലിയയിൽ പോകുവാനിടയായിത്തീർന്നു. അതിനുശേഷം ദുബായിയുടെ പ്രദേശത്ത് പോകുവാനിടയായി. അതിനുശേഷം കർത്താവിന്റെ ആത്മാവ് ആന്റിയെ എന്നെ കണ്ണിന്റെ മുമ്പിൽ സ്വപ്നത്തിൽ കൂടി കാണിച്ചു തന്നു. ആന്റിക്ക് ഇത്രയും മുടിയുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ആന്റിയുടെ മുടി സഹിതം കർത്താവ് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഒരു സീറ്റയില് ആന്റിയുടെ മുടി വെച്ചിട്ട് ആന്റി ഇപ്പുറത്തെ സീറ്റയിൽ ഇരിക്കുക. ഇത്രയും മുടി കാണിച്ച്. അപ്പൊ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റിക്ക് ഇത്രയും മുടിയുണ്ടോ? ആന്റി ഇങ്ങനെ ക്ഷീണിതയായിട്ട് ഒരു കസേരയിൽ ഇരിക്കുന്നു, പക്ഷെ ആന്റിയുടെ മുടി ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആന്റി എന്നോട് പറഞ്ഞു, മോളെ നീ കണ്ടല്ലോ എന്നെ, നീ സ്വപ്നം കണ്ടല്ലോ, ഇന്ന് അതേ എന്റെ മുടി കണ്ടു എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ആന്റി കൂടാതെ ബാക്കി 4 പേര് ഇരിക്കുന്ന സീറ്റ് കവർ ചെയ്തെന്ന മുടി ആന്റിക്കൊണ്ട്. ഹല്ലേലൂയ. അറിയാമോ, ദൈവത്തിന് തെറ്റുപറ്റില്ല. ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപോലെ തന്നെ ചെയ്തിരിക്കും. ഹല്ലേലൂയ. ആ ആന്റിയെ കാണണമെങ്കിൽ ആന്റി അമേരിക്കയിലാ. ഞാൻ എങ്ങനെ അമേരിക്ക വരും? എനിക്ക് അമേരിക്ക വരാനുള്ള യാതൊരു വിസയും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2024 ഇവിടെ നിന്ന് സണ്ണി താഴാമ്പള്ളി എന്ന് പറഞ്ഞ അച്ചായൻ ചിങ്ങവനത്ത് വരുന്നത്. അദ്ദേഹം കൺവെൻഷനിൽ വിളിച്ചു പറഞ്ഞു, ഹൂസ്റ്റണില് ഒരു PCNACയുടെ മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ ആ മീറ്റിംഗിൽ ഇല്ല, പക്ഷെ എന്റെ ഹസ്ബൻഡ് സണ്ണി പാസ്റ്റർ അവിടെ ഉണ്ട്. അദ്ദേഹം ഈ മെസ്സേജ് കേട്ടിട്ട് അദ്ദേഹം അത്ര കാര്യമാക്കാതെ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുവാനിടയായി. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ പാസ്പോർട്ട് എന്റെ കയ്യിൽ
കയ്യിൽ ഒരു പാസ്പോർട്ട് എന്നല്ല, വിസയൊന്നുമില്ല. നമുക്ക് ആരും അതിന് ലെറ്റർ തന്നിട്ടില്ല. ഇങ്ങോട്ട് വരാനുള്ള യാതൊരു സജ്ജീകരണങ്ങളും ഇല്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം തന്നെ സ്റ്റേജിൽ നിന്നുകൊണ്ട് സണ്ണി പാസ്റ്ററിനെ വിളിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വാ സണ്ണി പാസ്റ്ററെ, നിങ്ങൾക്ക് അവിടോട്ട് വരാൻ താല്പര്യമില്ലയോ എന്ന് ചോദിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോഴാണ് പാസ്റ്റർ പറഞ്ഞത്, എന്റെ വൈഫിന് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഗ്ലോബൽ അവോക്കിംഗ് വർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ കയറാറുണ്ട്. പലപ്പോഴും അവരെയൊക്കെ കാണണമെന്നൊക്കെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. അവരുടെ സൗരമായിട്ട് മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ഒന്ന് പോയി കൂടാന്ന് ആഗ്രഹിച്ചാലും ആരും ഇല്ലല്ലോ പാസ്റ്റേ. പണ്ട് ആ ഭക്തൻ പറഞ്ഞതുപോലെ 38 വർഷം ഹാലയിലോ കൊളക്കരയിൽ കിടക്കുന്നു. ആരെങ്കിലും എന്നെ പിടിച്ചിറക്കാതെ എനിക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. സ്വർഗത്തിലെ ദൈവം ഹാലേലുയ്യ, ഹാലേലുയ്യ എനിക്ക് വേണ്ടി ഒരുക്കിയ ഹാലേലു ഒരു ലെറ്റർ ആയിരുന്നു, പി സിനാക്കയുടെ ലെറ്റർ. ഹാലേലു താമസിക്കാൻ ഒരു ഭവനത്തെ കർത്താവ് ഒരുക്കി. ഹാലേലു ആ സമയം ഞാൻ വന്നു പ്രിയതമേ. അങ്ങനെ അമേരിക്കയുടെ പ്രദേശത്ത് ഞാൻ വരുവാനിടയായിട്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിന്റെ അത്ഭുതകരമായ വലിയ പ്രവൃത്തികളെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനിടയായിട്ട്. കൊച്ചു പ്രായത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തില് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബൈബിളിന്റെ പടം, ഞാൻ ആരും സുവിശേഷം പറഞ്ഞു കേട്ടതല്ല, ഒരു ബ്രദറുകാര് ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെയുള്ള ബൈബിളിന്റെ പടം വരച്ചു കൊടുക്കുക ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ബൈബിളിന്റെ പടം വരച്ചതാ. അതിനകത്ത് ഒരു മുൾക്കിരീടം, ഒരു കുരിശും മുൾക്കിരീടവും കൊടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. ആരോ എൻ്റെ അന്തരാത്മാവിൽ സംസാരിക്കുക, നീ വരച്ചു കൊടുത്ത പടം നീ പോയി പഠിക്കാൻ. അങ്ങനെ ആ ബ്രദറുകാരെടുക്കുന്ന ക്ലാസ്സില് ഞാൻ 15 വയസ്സുള്ളപ്പോൾ പോയി അറ്റൻഡ് ചെയ്തതാണ്. ആ സമയത്ത് ഞാൻ കന്യാസ്ത്രീ ആകാനിരിക്കുക. വലിയ ഭക്തിയാ, പള്ളിയിൽ എന്നും പോകും, കൊച്ചിക്കാരിയാ. ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ മാതാപിതാക്കൾക്ക്, ഞങ്ങൾ 9 മക്കളിൽ 5ാമത്തെ മോളാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവ് ഭയങ്കര മദ്യപാനിയാ. അദ്ദേഹത്തിന്റെ ഉപദ്രവവും മദ്യം കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിനകത്ത് യാതൊരു സ്വസ്ഥതയും ഇല്ല. അപ്പൊ അദ്ദേഹത്തെ നേരെയാക്കാനുള്ള പരിശ്രമമാണ് ഞാൻ പ്രാർത്ഥനയിൽ കൂടി. ഞാനെങ്കിലും ഒരാൾ ഭക്തി ആ ദൈവീയമായ ഇഷ്ടത്തിന് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചാൽ ഒരുപക്ഷെ എൻ്റെ വീട് നന്നാകും എന്നുള്ള അന്നത്തെ വിശ്വാസവും അന്നത്തെ ആ ചിന്താഗതിയും അങ്ങനെയായിരുന്നു. അങ്ങനെ ദൈവസന്നിധി പോയിക്കൊണ്ടിരുന്ന ആളെയാണ് കർത്താവ് വേർതിരിച്ച് വേറൊരു റൂട്ടിൽ കൂടി എന്നെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അന്ന് മനസ്സിലാക്കി, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ യാതൊന്നിന്റെ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുതെന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ ഞാൻ അത് കത്തോലിക്ക ഭക്തി വിടുവാനിടയായി തീർന്നു. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഉപദ്രവങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. എങ്കിലും ചങ്ങനാശ്ശേരിയിൽ ഞാൻ സ്നാനപ്പെടാൻ പോകുമ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ ഒരു എക്സാമിന് വേണ്ടി പോവുക എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ആ ദേശത്ത് നിന്ന് ഞങ്ങൾ 25 പേരടങ്ങുന്ന ഒരു ടീം പ്രിയ തമ്പി പാസ്റ്ററിന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാനിടയായിത്തീർന്നു. ഓർത്തോണം, ബ്രദറിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, പക്ഷെ സ്നാനപ്പെട്ടത് പെന്തക്കോസ്തിൽ. ഹല്ലേലൂയ. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് അത് ഒരു ബൈബിൾ ക്ലാസ്സിൽ ഇങ്ങനെ രാത്രിയിൽ ചാപ്പൽ സർവീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് വിരിയുന്ന ആ ക്ലാസ്സിൽ അതിനകത്തിരുന്ന് മറിയാമാൻ്റെ ചോദിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ താല്പര്യമുള്ളവർ കൈപൊക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കൈപൊക്കി. അറിഞ്ഞിരിക്കുന്ന നമ്മുടെ മനോഭാവങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവ് ഈ പരിശുദ്ധാത്മാവ് എന്നുള്ളതും അന്യഭാഷ എന്നുള്ളതും ഉണ്ടെങ്കിൽ കർത്താവ് അടിയനെ നീ നിറയ്ക്കണമേ, അങ്ങേക്ക് വേണ്ടി അടിയനെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി. പ്രിയ മക്കളെ, എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ യേശുനാമക്കാരിയുണ്ട്, യഹോസാക്ഷികളുണ്ട്, ബ്രദറുകാരിയുണ്ട്, ഞാനുണ്ട്. ഓർത്തോണം. ഹല്ലേലൂയ. അതുപോലെ മറ്റു പലരും ഇരിപ്പുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങ് നിറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ ചർച്ചിനകത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി 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 ആരാധിക്കുവാനിടയായിട്ട്. അന്നൊക്കെ മുഴങ്കാലയിൽ ഇരുന്ന് ആരാധിക്കുന്ന ആരാധനയാ. ആ ആരാധന ഞങ്ങളുടെ ശരീരത്തിലെ വസ്ത്രമൊക്കെ കീറിയിട്ടൊന്നും ഞങ്ങൾ അറിയുന്നില്ല. കൈകൾ അടിച്ച് കൈയൊക്കെ നീര് വെച്ചിട്ടൊന്നും ഞങ്ങൾ അറിയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ ആ ആരാധനയിൽ കൂടി ചിലരുടെ ഭൂതങ്ങൾ വിട്ടുമാറുവാനിടയായി. അപ്പൊ ഭൂതശാന്തി എന്നുള്ള ശുശ്രൂഷയോടുകൂടെ കർത്താവ് മറ്റു രീതിയിൽ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതിനുശേഷം വിവാഹം ചെയ്ത് ചെല്ലുന്നിടത്തൊക്കെ
കൈവശമുള്ളവരുടെ കൈവശം ഛർദ്ദിക്കുവാൻ ആ അവസ്ഥയിലേക്ക് കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പാസ്റ്റിനെ എന്നെ അതേ ശുശ്രൂഷയിൽ കൂടി ഞങ്ങൾ ആരാധിക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ ആരിലെങ്കിലും കൈവശമുണ്ടെങ്കിൽ നമുക്ക് വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി അല്പം വെള്ളം പ്രാർത്ഥിച്ച് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിക്കുന്ന ആ വെള്ളത്തിൽ കൂടി അത് പുറത്ത് ചാടുവാനിടയായി. അങ്ങനെ ദൈവം തമ്പുരാൻ വിടുതൽ നൽകുവാനിടയായി തീർന്നു. ഇതൊക്കെ നമ്മുടെ കയ്യാൽ, നമ്മുടെ കണ്ണാൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് വിശ്വസിക്കാൻ പറ്റുന്നത്. മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ ആദ്യമൊന്നും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ ചില ആദ്യ കാലങ്ങളിൽ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറിച്ചു വീഴുന്ന അനുഭവമൊക്കെ സത്യത്തിൽ അതൊക്കെ അനുഭവിക്കുവാനിടയായിട്ട് ഞാൻ തെറിച്ചുപോയി ഭിത്തിയെ ചെന്ന് ഇടിച്ചു. ഞാൻ ഓർത്ത് എന്റെ തലയൊക്കെ ചെന്ന് വല്ലാതാവുമെന്ന്. പക്ഷെ ഒരു കുഴപ്പമില്ല. ആത്മാവിൽ വീഴണം, പരിശുദ്ധാത്മാവിലായിരിക്കണം നമ്മുടെ ചലനങ്ങൾ. എങ്കിൽ മാത്രമേ നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ കർത്താവ് നമ്മളെ നടത്തും. ഹല്ലേലൂയ. എന്റെ അനുഭവമാണ് പ്രിയപ്പെട്ടത്. അതുപോലെ പല സ്ഥലങ്ങളിലും ഞങ്ങളെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കാനിടയായിട്ട് എവിടെ ചെന്നാലും പൈശാചികമായ ഭൂതോപദ്രവ കഷ്ടപ്പെടുന്നതായ ജീവിതങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുക, പ്രാർത്ഥിക്കുക. അർദ്ധരാത്രി 4 രാത്രിയൊക്കെ ഞങ്ങൾ ഉറങ്ങാതിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച ദിനങ്ങളുണ്ട്. ഹല്ലേലൂയ. ഓരോ വ്യക്തികളെയും രക്ഷപ്പെടുത്താൻ നമ്മൾ കൂടി വില കൊടുത്തേ പറ്റും. ഒരാത്മാവിനെ നേടണമോ, നമ്മൾ കൂടി വില കൊടുക്കണം. ഹല്ലേലൂയ. നമ്മളെ അതിനാ വരമേൽപ്പിച്ചിരിക്കുന്നത്. കർത്താവ് അതിനായി നമ്മളെ ഒരുക്കിയെടുക്കുമ്പോൾ നമ്മൾ അതിന് സമർപ്പണമുള്ളവരായി മാറണം. അങ്ങനെയാണ് ഛത്തീസ്ഗഡിൽ ഇത്രയും വേല കർത്താവ് ഞങ്ങളുടെ വളർത്തിയെടുക്കുവാനിടയായത്. നമ്മുടെ കഴിവൊന്നുമല്ല, ദൈവം തമ്പുരാൻ തരുന്ന കൃപയ്ക്കനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പഴയതുപോലെ 21-40 ഉപവസിക്കാൻ ഇപ്പൊ പറ്റുന്നില്ല. എങ്കിലും ഞങ്ങൾ അലാവോളം പ്രാർത്ഥനയിലും ആരാധനയും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കും. കർത്താവ് ഒരു വിഷയം ഞങ്ങളെ തട്ടി ഉണർത്തിയാൽ, ആർക്കെങ്കിലും വേണ്ടി ചങ്ങലയിൽ കിടന്നവരെ കർത്താവ് ബന്ധനങ്ങൾ അഴിച്ച് ഞങ്ങളോടൊപ്പം ആരാധിക്കാൻ ആ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തി ആ വീട്ടിലുള്ള 8 പേര് സ്നാനപ്പെടുവാനിടയായി. അറിയാമോ, ആ ദേശം ദൈവത്തെ ഭയപ്പെടുവാനിടയായിട്ട്. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഛത്തീസ്ഗഡിലുണ്ട് പ്രിയദൈവമക്കളെ. അങ്ങനെ കർത്താവ് ആന്ധ്രയുടെ പ്രദേശത്ത് സ്നാനക്കടവില് ഒരു പൈശാചിക ബന്ധനം അഴിക്കേണ്ടതായ അവസ്ഥ വന്നു. ഒരു ടീച്ചർ അവരില് ഭൂതവിളകിയിട്ട് അവർ അതുവരെയും സ്നാനപ്പെടുമെന്ന് പറഞ്ഞിട്ടിരുന്നവര് പെട്ടെന്ന് അവിടെ വാക്കുമാറി. എന്തുകൊണ്ടാണ്? ഇല്ല, എനിക്ക് പറ്റത്തില്ല. അപ്പൊ അവളിൽ ദുർഗ കയറിയിട്ടുണ്ട്. അങ്ങനെ ആ ദുഷ്ടശക്തിക്ക് വേണ്ടി ആത്മാവിൽ ആരാധിച്ച് നോക്കണം. നമ്മൾ ആരാധനക്ക് അന്നത്തെ ദിവസം രാവിലെ ഇവരെ എല്ലാം സ്നാനപ്പെടുത്തിയതിന് ശേഷം ചെന്ന് കർത്തൃമേശയോടുകൂടി ആരാധന നടത്തേണ്ടതാണ്. നമ്മുടെ സമയത്തിന് നിൽക്കുവോ? നമ്മൾ ഒരു സമയം കൃത്യത വെച്ചിട്ട് നമ്മൾ ആ ടൈമിൽ ഇന്നതെല്ലാം ചെയ്യാന്ന് നമ്മൾ ഒരു ഇത് വെച്ചാല് ഒരിക്കലും നടക്കത്തില്ല. കാരണം നമ്മളപ്പോ ആത്മാവിന് വിധേയപ്പെടുവല്ല, മനുഷ്യന്റെ പ്രമാണങ്ങൾക്ക് വിധേയപ്പെടുക. അപ്പൊ അവിടെ ആ പിശാച് ഇളകിയപ്പോൾ ഞങ്ങൾ ആരാധിച്ചു. 1.5 മണിക്കൂറോളം ഇരുന്ന് ആരാധിച്ചു. അപ്പോഴാണ് ആ അഭൂതം അവരെ വിട്ടു മാറി. അവര് സ്വയമായിട്ട് സ്നാനപ്പെടാമെന്ന് പറയുന്നത് വരെ ഞങ്ങൾ ആരാധിച്ചു. അത് കഴിഞ്ഞ് അവര് സ്നാനപ്പെടുവാനിടയായി. അതിനുശേഷം ഞങ്ങൾ ചർച്ചയിൽ പോയി ആരാധന നടത്തുവാൻ. നോക്കണം, ഇങ്ങനെ എന്തെല്ലാം അനുഭവങ്ങളുണ്ടെന്ന് അറിയാം. കിണറ്റിനകത്ത് ഇറങ്ങി കയറെ കൂടി കെട്ടി മേളിൽ നിന്ന് കയറെ കൂടി ഇറങ്ങി ചെന്ന് താഴെ കിണറ്റിനകത്തിറങ്ങി സ്നാനപ്പെടുത്തിയ സംഭവമുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ്. ഒന്ന് ഓർത്തു നോക്കിക്കോളും. ഞങ്ങൾ ഇതെല്ലാം ഏതൊരു ഗ്രാമത്തിൽ പോയാലും പ്രിയ മക്കളെ നമുക്ക് തിരിച്ചു വരാമെന്നുള്ള ഗ്യാരണ്ടി ഇല്ല. തിരിച്ചു വന്ന് കഴിയുമ്പോ പറയാം നമ്മൾ വന്നു കണ്ടു. അപ്പൊ എന്നെ കൂടാതെയാണ് പാസ്റ്റർ പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും, ആരാധിക്കും. അറിയാമോ, ഞങ്ങൾക്ക് വെള്ളമില്ല, ബോർവെല്ലിൽ വെള്ളം കിട്ടണം. അതിനുവേണ്ടി ഞങ്ങൾ 7 ദിവസം ഇരുന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇങ്ങനെ സൗകര്യമാര് എന്റെ കൂടെ ഓർഫനേജിലെ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പെൺപിള്ളേർ, അടുക്കളയിൽ ജോലി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവര്, ഞങ്ങളുടെ അസിസ്റ്റന്റിന്റെ മോന് ആമോസ് എന്ന് പറഞ്ഞ ദേവദാസന്റെ ഭാര്യ, ഞങ്ങളെല്ലാം കൂടി ചേർന്നിരുന്ന് ഞങ്ങൾ 5 പേര് ഒന്നടങ്കം കൈകോർത്ത് പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച്, ദൈവമേ നമുക്ക് ബോർവെല്ലിൽ കൂടി വെള്ളം കിട്ടിയേ മതിയാവും. അത്ഭുതകരമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് വെള്ളം തരുവാൻ. അറിയാം,
എല്ലാവരും ഓരോരുത്തരും വന്നിട്ട് പറഞ്ഞു ഈ വെള്ളം കിട്ടത്തില്ല, ഒരു രക്ഷയില്ല, അങ്ങനെ അങ്ങനെ അഭിപ്രായങ്ങളോട് അഭിപ്രായങ്ങൾ. പക്ഷെ ദൈവം തമ്പുരാൻ അവിടെയൊക്കെ നമ്മുടെ മുഖത്തെ ആദരിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് പ്രിയതേ. കർത്താവ് ഇത്രയും സമയം ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചെയ്യേണ്ടതായ പ്രായോഗികമായി നമ്മൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ, ദിവസവും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം, ലഭിച്ച അനുഗ്രഹങ്ങൾ മറക്കാതെ സാക്ഷ്യം പറയാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. പ്രതിസന്ധിയിലും ദൈവത്തിന്റെ വാഗ്ദത്തം മുറുകെ പിടിക്കാൻ കർത്താവിന്റെ സന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. ജീവിതം ദൈവത്തിന്റെ മഹത്വത്തിനായി സമർപ്പിക്കാം. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും. ഹല്ലേലൂയ. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും. ഈ വാക്കുകളാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദൈവമക്കൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഈ അവസരം കൂടി തന്നല്ലോ. നാളെ കർത്താവ് അനുവദിച്ചാൽ രാവിലെ ഞാൻ ന്യൂയോർക്കിന്റെ പ്രദേശത്തേക്ക് കടന്നു പോകും. അവിടെ ചെന്ന് 18-ാം തീയതി സൗകര്യമായിട്ട് മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം ചില ദിവസങ്ങൾ അവിടെ ഉണ്ടാകും. എങ്ങനെയായിരിക്കും പിന്നെ എന്റെ ഓരോ യാത്രയും അടുത്ത കാര്യങ്ങളെല്ലാം ദൈവം കാര്യങ്ങളെല്ലാം ചെയ്തു തരും. എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നത് ഫ്ലോറിഡയിൽ നിന്ന് ചിക്കാഗോയിൽ വരാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് വരാൻ പറ്റുമെന്ന്. എന്നാലും മറിയാമ്മ ആന്റി എനിക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത് തന്നു. പ്രിയതേക്ക് ഇവിടെ നിന്ന് ഞാൻ ന്യൂയോർക്കിൽ എങ്ങനെ പോകും എന്ന് ഞാൻ വളരെ ഭാരപ്പെട്ടു. എന്റെ കയ്യിൽ നിന്നുള്ള എനിക്ക് കിട്ടുന്ന ചെറിയ സ്വോത്ര കാഴ്ച ഞാൻ ഇതിനായിട്ട് ചെലവിട്ട പിന്നെ എന്റെ അവിടുത്തെ പ്രവർത്തനത്തിന് എന്ത് ചെയ്യൂ എന്നുള്ള വിഷമം എന്നെ ഭരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതും കർത്താവ് കൃപയാല് ആന്റിയെ ഉപയോഗിക്കുവാനിടയായിരുന്നു. മറിയാമ്മ ആന്റി തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്തത് നോക്കണം. അതിനുശേഷം കർത്താവ് ന്യൂയോർക്കിന്റെ പ്രദേശത്ത് നിന്ന് എന്നെ മെറിലാൻഡിലോട്ട് ഒരു മോള് വന്നു കൊണ്ടുപോകും 2 ദിവസത്തേക്ക്. അതിനുശേഷം അവിടെ നിന്ന് എനിക്ക് ആ മോള് തന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു ഓൾറെഡി ഫ്ലോറിഡയ്ക്ക് പോകാൻ. എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിച്ചു. എനിക്ക് നാട്ടിൽ പോകുന്ന കാര്യം മാത്രം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തണ്ടാ വന്നത്, പോകാനും വരാനുമുള്ളത്. അതുകൊണ്ട് 31-ാം തീയതി ഞാൻ കർത്താവ് അനുവദിച്ച നാട്ടിലേക്ക് പോകും. നിങ്ങൾ എല്ലാവരും അടിയനെ ഓർത്തും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചു ദൈവസന്നിധി താണിരിക്കും. താങ്ക് യു. പ്രിയമുള്ളവരെ, എത്ര ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. കർത്താവ് നടത്തുന്നതായ വഴികളെ കുറിച്ച് ഞാൻ 1-2 വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം പാസ്റ്റർ സണ്ണി വർഗീസ് ഛത്തീസ്ഗഡ് പ്രാർത്ഥിക്കണമേ എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മൾ കേട്ട ദാവീദിന്റെ ജീവിതാനുഭവമാണല്ലോ നമ്മൾ കേട്ടത്. ഞാൻ മരിക്കുകയില്ല. 3 കാര്യങ്ങളാണല്ലോ കർത്താവ് പറഞ്ഞത്. ഞാൻ മരിക്കുകയില്ല, രണ്ടാമത് ഞാൻ ജീവനോടെ ഇരിക്കും. എന്തിനു വേണ്ടിയാണ്? നമുക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ടല്ല. കർത്താവിൻ്റെ ദാസി പറഞ്ഞതാ, മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? ദൈവത്തിന് വേണ്ടി കുറച്ചുകൂടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി എനിക്കൊരു ജീവൻ നൽകൂ. എന്നാൽ ആ പ്രവർത്തിക്കാനുള്ള ആഗ്രഹമാണ് മരണത്തെ പോലും മാറ്റിക്കളഞ്ഞതെന്ന് നമ്മൾ കേട്ടല്ലോ. അതെന്തിനാണ്? മൂന്നാമതായിട്ട് നമ്മൾ കേട്ടത്, ഞാൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളെ സാക്ഷ്യമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സാക്ഷി വേറൊരു സാക്ഷിയെ ഉളവാക്കുന്നു. നമ്മുടെ സാക്ഷ്യമാണ് വളരെ ശക്തമായിട്ട് മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസിയുടെ അനുഭവങ്ങളൊക്കെ കേട്ടല്ലോ. വലിയ പ്ലാന് നമുക്കറിയാം. നാട്ടിൽ നിന്ന് വരുന്നവരും ഇവിടെ ഉള്ളവരും ഒക്കെ പ്ലാൻ എ വർക്ക് ചെയ്തില്ലെങ്കിൽ പ്ലാൻ ബി അങ്ങനെയൊക്കെയാണ്. വലിയ എനിക്കറിയാം, എൻ്റെ ഒരു സ്നേഹിതന് മിനിസ്ട്രിയൊക്കെ നടന്ന ആളാണ്. പുള്ളി 5 വർഷത്തേക്കുള്ള പ്ലാന്, പിന്നെ 10 വർഷത്തേക്കുള്ള പ്ലാന് നല്ലതാണ്. അതനുസരിച്ച് ആ ഒരു ദർശനമൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ നാളെ എന്തുവാ സംഭവിക്കുക, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദാസി പറഞ്ഞത് അതിന് കർത്താവ് വഴികൾ ഒരുക്കുകയാണ്. തൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ കർത്താവ് മാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടല്ലോ, അവിടെ പോകണ്ട എന്ന് അവിടുത്തെ ഓഫീസർ പറയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ആൾ പറഞ്ഞു പെട്ടെന്ന് അവരെ വിടാൻ പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ അടഞ്ഞ വാതിലുകളെ ഒരു നിമിഷം കൊണ്ട് തുറക്കാനായിട്ട് കർത്താവിന് സാധിക്കും. അതുകൊണ്ട് ആ വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് അത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസി ഏതെല്ലാം അനുഭവങ്ങളോട് പോയി. പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ കേട്ടല്ലോ, കണ്ണൂർ അല്ലെങ്കിൽ ആ സ്ഥലത്തായിരുന്നപ്പോൾ ആ കെട്ടിടം മുഴുവനും കൂടി ഇടിഞ്ഞ് പുറത്ത് വീണ് അതിൻ്റെ ബാക്കിയൊന്നും ഉണ്ടാകാൻ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഉരുൾപൊട്ടലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ആളുകളുടെ ഒരു തരി പോലും കിട്ടാതെ
നഷ്ടപ്പെട്ടു പോകുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ എത്ര എത്ര ഭൂകമ്പം ഉണ്ടായാലും ഈ കെട്ടിടം മുഴുവൻ ഇടിഞ്ഞു വീണാലും കർത്താവിന് നമ്മെ രക്ഷിക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ദാസയുടെ ആ സാക്ഷ്യം എത്ര ശക്തമാണ്, എത്ര നമ്മളെ എത്ര ഉത്തേജിപ്പിക്കുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അനേകർക്ക് ഒരു ഉത്തേജനമായിട്ട് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും.